الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون صدق الله العظيم لا حول ولا قوة إلا بالله ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെ സൃഷ്ടാവും സംരക്ഷകരുമായ പടച്ച തമ്പുരാന്റെ എല്ലാ കൽപ്പനകളും ജീവിതത്തിൽ അനുസരിക്കണമെന്നും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും നമ്മിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ രേഖപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്നും റബ്ബിൻ്റെ മുമ്പിൽ നാം നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നുമുള്ള ചിന്ത നാം നിലനിർത്തുക. റബ്ബ് സഹായിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ ആയത്താണ് ആമുഖമായി ഞാൻ കേൾപ്പിച്ചത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. തീർച്ചയായും അള്ളാഹു കൽപ്പിക്കുന്നത് നീതി കാണിക്കാനാണ്, നന്മ ചെയ്യാനാണ്. വഈതാഇ ദിൽ ഖുർബ, ബന്ധുക്കൾക്ക് ദാനം ചെയ്യാനാണ്. വയൻഹാ അനിൽ ഫഹ്ഷാ, അള്ളാഹു വിലക്കുന്നത് എല്ലാതരം വൃത്തികേടുകളുമാണ്. വൽ മുൻകർ, വെറുക്കപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് അള്ളാഹു വിരോധിച്ചിട്ടുള്ളത്. വൽ ബഗി, അതിക്രമങ്ങളും അള്ളാഹു വിരോധിച്ചിരിക്കുന്നു. ലഅല്ലക്കും യഅ്ലുക്കും ലഅല്ലക്കും തദക്കറൂൻ, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഒരു ഉപദേശമാണ് ഈ വചനം. നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ഉപദേശം തരുന്നത്. ഈ ഒരു ആയത്തിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശേഷിപ്പിച്ചത് ഇത് അജ്മഉ ആയത്തിനിൽ ഖൈരി വശർരി വൽ അംരി വന്നഹി എന്നാണ്. നന്മയും തിന്മയും കൽപ്പനയും വിരോധവും ഒന്നിച്ച് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള അജ്മഉ ആയ, ഏറ്റവും സമ്പൂർണമായ, അതല്ലെങ്കിൽ എല്ലാം ഉൾപ്പെട്ട ഒരു വചനം എന്നാണ് പ്രവാചകൻ ഈ ആയത്തിനെ വിശേഷിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകൾക്കും അത്തരം ചില വിശേഷണങ്ങളുണ്ട്. അഅ്ളമു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും മഹത്തായ വചനം എന്ന പേരിലാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി അറിയപ്പെടുന്നു.
അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അർജ ആയത്തിൻ ഫിൽ ഖുർആൻ, ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ചത് ഖുൽ യാ ഇബാദിയല്ലദീന ആമനു അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റിൽ മുങ്ങിക്കുളിച്ച എൻ്റെ അടിമകളോട് പറയണം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത് എന്ന് പറയണം എന്ന് പറയുന്ന ആയത്തിനെ കുറിച്ച് പ്രവാചകൻ ഏറ്റവും വലിയ പ്രതീക്ഷയുടെ ആയത്ത് എന്ന് വിശേഷിപ്പിച്ചത് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിനെ കുറിച്ച് പ്രവാചകൻ വിശേഷിപ്പിച്ചത് അക്സറു ആയത്തിൻ ഫിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഫറജൻ, ഏറ്റവുമേറെ ആശ്വാസം തരുന്ന ആയത്ത് എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ തവക്കുലുമായി ബന്ധപ്പെട്ട ഒരായത്തിനെയാണ്. വമൻ യത്തഖില്ലാഹ, അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ, ഭയന്ന് ജീവിക്കുന്നുവെങ്കിൽ, യജ്അൽ ലഹു മഖ്റജ, അവന് റബ്ബൊരു വഴി കാണിച്ചു കൊടുക്കും. ഈ ആയത്തിനെ കുറിച്ച് പ്രവാചകൻ ഏറ്റവും വലിയ ആശ്വാസവചനം എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ആദ്യം സൂചിപ്പിച്ചത് അജ്മഉ ആയത്ത് എന്നാണ്, സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ ആയത്തിനെ കുറിച്ച്. എല്ലാം ഉൾപ്പെട്ട ഒരു വചനമെന്ന്, ഇതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ ആയത്ത് കേട്ട ആളുകൾക്കൊക്കെ വേഗത്തിൽ ബോധ്യപ്പെട്ടു എന്നതാണ് ചരിത്രം. ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു തത്വചിന്തകനായിരുന്നു അഖ്സം ഇബ്നു സ്വൈഫി എന്ന് പറയുന്ന വ്യക്തി. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒക്കെ അറിവുള്ള അദ്ദേഹം എന്താണ് മുഹമ്മദ് പറയുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ട് അറിയാൻ വേണ്ടി അദ്ദേഹം ചില ആളുകളെ പറഞ്ഞേക്കുന്നുണ്ട് നബിയുടെ അടുത്തേക്ക്. ആ വന്ന ആളുകൾക്ക് മുമ്പിൽ പ്രവാചകൻ ഓതിക്കൊടുത്ത വചനം ഈ വചനമായിരുന്നു: ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അള്ളാഹു നിങ്ങളോട് നന്മയാണ് കൽപ്പിക്കുന്നത്, നീതിയാണ്, നന്മയാണ്. അള്ളാഹു വിരോധിക്കുന്നത് എല്ലാ വൃത്തികേടുകളുമാണ്, തിന്മയാണ് എന്നൊക്കെ ഉള്ള ഈ ആയത്ത് ആണ് പ്രവാചകൻ അവരുടെ മുമ്പിൽ ഓതിക്കിടുന്നത്. അവർ തിരിച്ചു ചെന്ന് അഖ്സം ഇബ്നു സ്വൈഫിയോട് ഈ ആയത്ത് പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്: ഇത് എല്ലാം ഉൾക്കൊണ്ട ഒരു വചനമാണ്. അതുകൊണ്ട് അദ്ദേഹം അവർക്ക് നൽകിയ ഒരു ഉപദേശം, അത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, പക്ഷെ ഈ വചനം കേട്ടപ്പോഴേക്കും അദ്ദേഹം അവർക്ക് നൽകിയ ഒരു ഉപദേശമുണ്ട് ചരിത്രത്തിൽ. എന്താണെന്നറിയുമോ? നിങ്ങൾ ഈ വചനത്തിന്റെ തലയാവുക, നിങ്ങൾ ഈ വചനത്തിന്റെ വാലാവരുത്. അഥവാ ആദ്യ ഭാഗം പറയുന്നത് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങളാണ്, നീതിയെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, ദാനധർമ്മത്തെക്കുറിച്ച്. രണ്ടാമത് പറയുന്നത്, അതിന്റെ അവസാനം പറയുന്നത് തിന്മകളെ കുറിച്ചാണ്, മോശമായ കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ അതിന്റെ തലയാവുക, ഇതിന്റെ വാലാവരുത് എന്ന് അഖ്സം ഇബ്നു സ്വൈഫി പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തിൽ അള്ളാഹു ലോകത്തോട് ആദ്യം പറയുന്നത് നീതിയെക്കുറിച്ചാണ്. നീതി എന്നത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ സമാധാനം നമുക്ക് നഷ്ടപ്പെടുക. നീതി എന്നത് നഷ്ടപ്പെടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുക. ഏതൊരു പ്രശ്നത്തിൻ്റെയും മർമ്മം പരിശോധിച്ച് നോക്കിയാൽ അവിടെ ഒരു അനീതി കടന്നു വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നീതിക്ക് ഇത്രമാത്രം വലിയ ഒരു പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നത്. വളരെയേറെ പ്രാധാന്യത്തോടു കൂടി ഇസ്ലാം അക്കാര്യം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ റഷീദുദ്ദീല എന്ന് പറയുന്ന ഈജിപ്തിലെ മഹാനായ പണ്ഡിതൻ ഒരിക്കൽ പറയുന്നുണ്ട്, മുൻകാല തലമുറ ഖുർആനിന്റെ ഹിദായത്ത് ഉൾക്കൊണ്ട് ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് നീതിമാന്മാരായി ആളുകളുടെ മുമ്പിൽ അഭിമാനത്തോട് നിൽക്കാൻ കഴിയും. പിൽക്കാലത്ത് വന്ന തലമുറയാകട്ടെ ഖുർആനിന്റെ മാർഗദർശനമൊക്കെ അവഗണിച്ച് ജീവിച്ചവരാണ്. അതുകൊണ്ട് അവരിൽ കാണാൻ കഴിയുന്നത് അക്രമത്തിന്റെയും അനീതിയുടെയും കാര്യങ്ങളാണ്. അതുകൊണ്ട് അവരെ ആളുകളൊക്കെ തള്ളിക്കളഞ്ഞു, ലോകം അവരെ തള്ളിക്കളഞ്ഞു. അപ്പൊ നീതി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയാൽ, ഒരു കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ, ഒരു കുടുംബനാഥന് നഷ്ടപ്പെട്ടു പോയാൽ ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്നത് സത്യമാണ്. ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അനീതിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ രാജ്യത്ത് അരാജകത്വം ഉടലെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നീതിയെക്കുറിച്ച് അത്രമാത്രം ശക്തമായി ഇസ്ലാം താല്പര്യപ്പെട്ടത്, അല്ലെങ്കിൽ അത് ഇസ്ലാം ശക്തമായി പറഞ്ഞത്. നീതി എന്ന് പറയുന്നത് ഒരു മധ്യമ നിലപാടാണ്, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചായുന്നതല്ല. പക്ഷേ സത്യത്തിന്റെ മുന്നിൽ സമതുല്യമായി നിൽക്കുക എന്നുള്ള ഒരു ബോധമാണ്. അത് ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ഉണ്ടാവണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ആരാധനകൾ പോലും കാട് കയറാൻ പാടില്ല, എന്നാൽ ഇല്ലാതെയാവാനും പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഒരു സഹാബിയെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അദ്ദേഹം അലം മുഖ്ബർ അന്നക തസൂമുൻ നഹാർ വതഖൂമുൽ ലൈൽ,
ആ സഹാബിയുടെ ചരിത്രം എന്ന് പറയുന്നത് അദ്ദേഹം രാത്രി ഉറങ്ങാറില്ല, എന്നും നമസ്കാരമാണ്, ഉറങ്ങാതെ നമസ്കാരമാണ്. എല്ലാ പകലും അയാൾ നോമ്പനുഷ്ഠിക്കുന്നവനാണ്. ഈ വിവരം പ്രവാചകന്റെ അടുത്തെത്തിയപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ എല്ലാ രാത്രിയും നിന്ന് ഉറങ്ങാതെ നമസ്കരിക്കാറുണ്ടോ? ഒരു പകലും ഒഴിവാക്കാതെ നോമ്പെടുക്കാറുണ്ടോ? ഉണ്ട് പ്രവാചക എന്ന് പറഞ്ഞപ്പോ നബി പഠിപ്പിച്ചത് ഫലാത്താമല്ല, അങ്ങനെ ചെയ്യരുത് അബ്ദുള്ള. കാരണം നീ ചെയ്യേണ്ടത് അഫ്തിർ, നീ നോമ്പെടുത്തോ, ഇടക്കൊക്കെ നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യണം, സുന്നത്ത് നോമ്പുകൾ. അതേപോലെ തന്നെ വക്കും, നീ രാത്രി കുറെ ഉറങ്ങ്, വനം വക്കും, അതുപോലെ നീ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യും. ഇതാണ് മധ്യമമായ നിലപാട്, ഇതാണ് നീതിപൂർവമായ നിലപാട്. കാരണം എന്നിട്ട് നബി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് കുറെ ധർമ്മങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്. എന്തിനോടൊക്കെയുള്ള കടമകളാണെന്നറിയുമോ? അത് വൈന്നലി ഐനൈക അലൈക ഹഖ്, നിന്റെ കണ്ണുകളോട് നിനക്ക് ചില കടമകളുണ്ട്. ആ കണ്ണുകൾക്ക് നീ റെസ്റ്റ് കൊടുക്കണം, വിശ്രമം കൊടുക്കണം. അതേപോലെ തന്നെ വലി സൗജിക അലൈക ഹഖൻ, നിന്റെ ഇണയുണ്ടല്ലോ, നിന്റെ ഭാര്യ, അവളോട് നിനക്ക് കടമകളുണ്ട്. ആ കടമകൾ നീ നിർവഹിക്കണം. നീ ഇബാദത്ത് എന്ന് പറഞ്ഞ് കാട് കയറി ജീവിക്കേണ്ടവനല്ല. അത് അനീതിയാണ്, അതിക്രമമാണ് എന്ന് ഇബാദത്തിന്റെ കാര്യത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സത്യം വിട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന് വിട്ടുകഴിഞ്ഞാൽ അത് അനീതിയാണ്. സൃഷ്ടാവ് നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ സംവിധാനിച്ചു. എന്നിട്ട് ആ റബ്ബ് നമ്മോട് ആവശ്യപ്പെട്ടത് അവനെ ആരാധിക്കണം, അവനെ മാത്രമേ ആരാധിക്കാവൂ. നിങ്ങൾ അവനോട് മാത്രമേ, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനോട് മാത്രമേ നിങ്ങൾ ദുആ ഇറക്കാവൂ, പ്രാർത്ഥിക്കാവൂ എന്നുള്ളതാണ്. ഈ കാര്യം സ്വീകരിക്കാതെ മറ്റുള്ള ഒരാളോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ദുൽമാണ്, അക്രമമാണ്, നീതിയല്ല. അതുകൊണ്ട് ഖുർആൻ ഷിർക്കിനെ വിശേഷിപ്പിച്ചത് അക്രമം എന്നാണ്. ഇന്ന ഷിർക ലദുൽമുൻ അളീം. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത്, അള്ളാഹുവിന് മാത്രം നാം നൽകണമെന്ന് അള്ളാഹ് ആഗ്രഹിക്കുന്ന നമ്മുടെ നേർച്ചകളും നമ്മുടെ വഴിപാടുകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ തേട്ടങ്ങളും, അത് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് നൽകുന്നതാണ് അക്രമം എന്ന് പറയുന്നത്, അനീതി എന്ന് പറയുന്നത്. ഇന്ന ഷിർക, തീർച്ചയായും അള്ളാഹുവിന്റെ അധികാരങ്ങളിലും അവകാശങ്ങളിലും അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും ആരെങ്കിലും മറ്റൊരാളെ കൂടി പങ്കാളിയാക്കുന്നുവെങ്കിൽ ലദുൽമുൻ അളീം, അതാണ് മനുഷ്യൻ ചെയ്യുന്ന അക്രമങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ അക്രമമെന്ന് ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നീതി എന്ന് പറയുന്നത്. അതിനപ്പുറം പോകുമ്പോൾ അത് അക്രമമായി തീരും. അത് അള്ളാഹു വിലക്കിയതാണ്. പിന്നെ അള്ളാഹു ഇന്നല്ലാഹ യഅ്മുറുക്കും എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നത് വയൻഹ എന്ന് പറഞ്ഞത് അൽ ബഗി, അതിക്രമങ്ങളെയാണ് അള്ളാഹു വിലക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നീതി എന്നുള്ളത് ജീവിതത്തിന്റെ ഭാഗമായി തീർക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാതാവും. അത് ഏതെങ്കിലും ഒരു മധ്യസ്ഥ വഹിക്കുന്ന സമയത്തുള്ള നീതി മാത്രമല്ല, ജീവിതത്തിന്റെ മുച്ചൂടും മേഖലകളിൽ നീതിപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയണം. ഒരു കച്ചവടക്കാരന് അവൻ കച്ചവടം ചെയ്യുന്നിടത്ത് നീതിപൂർവമായിരിക്കണം. ആളുകളിൽ നിന്ന് വാങ്ങുന്ന പണത്തിന് തുല്യമായ സാധനം അവന് തിരിച്ചു കൊടുക്കണം. അത് അവന്റെ അവകാശമാണ്. വൈലുൽ മുത്തഫിഫീൻ, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ കൂടുതൽ വാങ്ങുകയും അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നാശം എന്ന് പറഞ്ഞ് ഖുർആൻ ഗൗരവത്തിലാണ് അളവിലും തൂക്കത്തിലും ഒക്കെ കൃത്രിമം കാണിക്കുന്ന, അനീതി കാണിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. അള്ളാഹു ഷുഐബ് എന്ന് പറയുന്ന അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രവാചകനെ തന്നെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്, ആ പ്രവാചകൻ തൗഹീദ് കഴിഞ്ഞ് അതിനുശേഷം രണ്ടാമതായി ലോകത്തോട് പറഞ്ഞ കാര്യം, മനുഷ്യരെ നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, അഥവാ കച്ചവടം കാണിക്കുന്നിടത്ത് നിങ്ങൾ അനീതി കാണിക്കരുത് എന്നായിരുന്നു. അതാണ് നീതിയുടെ ശക്തി എന്ന് പറയുന്നത്. നീതിയുടെ ശക്തി എന്ന് പറയുന്നത്, ആ നീതി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും, നമുക്ക് സമാധാനം നഷ്ടപ്പെടും. മഹാനായ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭരണം അന്നത്തെ ലോകശക്തികളായിരുന്ന കിസ്രയും അതുപോലെ തന്നെ റോമും പേർഷ്യയും ഒക്കെ അത്ഭുതത്തോടു കൂടിയായിരുന്നു നോക്കിയിരുന്നത്. ഒരിക്കൽ കിസ്ര ചക്രവർത്തി ഹുർമുസ് മദീനയിൽ വരുന്നുണ്ട് ഉമറിനെ കാണാൻ. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ പ്രശസ്തനായ ഖലീഫയാണല്ലോ ഉമർ. അങ്ങനെ മദീനയിൽ പള്ളിയിൽ വന്നിട്ട് അന്വേഷിക്കുന്നുണ്ട്, എവിടെയാണ് ഉമർ?
ആളുകൾ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും കാണുമെന്ന്. അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോഴുണ്ട് ഒരു മനുഷ്യൻ ഒരു ഈത്തപ്പനയുടെ തണലിൽ നിന്ന് ഇങ്ങനെ സുഖമായി വിശ്രമിക്കുന്നു. അയാൾ മയക്കത്തിലാണ്. അയാളുടെ അടുത്ത് ചെന്നപ്പോൾ അയാൾ ഉണർന്നു. അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു, താങ്കൾ ആരാണ് എന്ന്. ഞാൻ ഉമറാണ് എന്ന് തിരിച്ചു പറഞ്ഞപ്പോ ആ ഇസ്രയുടെ ചക്രവർത്തിയായിരുന്ന ഹുർമുസാൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഹക്കംത വഅദിൽത. ഉമർ, നീയാണ് ഭരണാധികാരിയല്ലേ, പക്ഷെ നീ ഭരിച്ചു, നീതിപൂർവമാണ് നീ ഭരിച്ചത്. അതുകൊണ്ട് അമിൻത, നിനക്ക് നിർഭയത്വം കിട്ടി, സ്വസ്ഥത കിട്ടി. ഫനിംത, അതുകൊണ്ട് നിനക്ക് ഏത് മരത്തണലിലും സ്വസ്ഥമായി ഉറങ്ങാനും കഴിഞ്ഞു. ഞങ്ങൾക്കൊന്നും അതില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട ദിനങ്ങളാണ് ഞങ്ങളുടെ ഭരണം എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നത് കാണാൻ കഴിയും. അവിടെയാണ് നീതി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രാധാന്യം. നമ്മിൽ നിന്ന് നീതിബോധം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുക, നമ്മുടെ സമാധാനമില്ലാതെയായി തീരുക, കുടുംബത്തിലും നാട്ടിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുക. നീതിയുടെ ഭാഗമാണ് നാം പറഞ്ഞ വാക്കുകൾ പാലിക്കുക എന്നുള്ളത്, കരാറുകൾ ലംഘിക്കാതിരിക്കുക എന്നുള്ളത്. അതാണൊരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഒരു മുസ്ലിമാണോ അവൻ നീതി പാലിക്കുന്നവനായിരിക്കും. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ അവന് സമയം കണ്ടെത്തും. അതിൽ നിന്ന് എന്തു വന്നാലും തെറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾ എന്തെങ്കിലും എഗ്രിമെന്റ് എന്ന് ചെയ്താൽ, എന്തെങ്കിലും ഒരു കരാർ ചെയ്താൽ ആ കരാർ നിങ്ങൾ പാലിക്കണം. ആ കരാർ നിങ്ങൾ ഒരിക്കലും ലംഘിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വൗഫൂ ബിൽ അഹ്ദ്, നിങ്ങൾ കരാറുകൾ പൂർത്തിയാക്കണം. കാരണം എന്താണെന്നറിയുമോ? ഇന്നൽ അഹ്ദ കാന മസ്ഊല, നിങ്ങൾ നടത്തിയ ഓരോ കരാറുകളും നാളെ റബ്ബിന്റെ മുമ്പിൽ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. നിങ്ങൾ അത് ലംഘിച്ചുവെങ്കിൽ അതിന് മറുപടി നിങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ കരാറുകൾ പാലിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. വിശ്വാസിയാകണോ നാം, എങ്കിൽ കരാർ പാലിക്കുന്നവനാകണം, അല്ലെങ്കിൽ നമ്മുടെ പേര് മുനാഫിക്ക് എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്. നബി പറഞ്ഞത് അതാണ്, ആയത്തുൽ മുനാഫിക്ക് സലാത്ത്. കപടന്മാരായ യഥാർത്ഥ മുഅ്മിനുകളല്ലാത്ത ആളുകൾക്ക് ചില ലക്ഷണങ്ങളുണ്ട്. പ്രധാനമായും 3 ലക്ഷണമുണ്ട്. ഒന്ന്, ഇദാ ഹദ്ദസ കദബ, അവൻ കളവ് പറയുന്നവനായിരിക്കും. വൈദ ഉത്തുമിന ഖാന, വിശ്വസിച്ചവനെ ചതിക്കുന്നവനാണെങ്കിൽ അവൻ മുഅ്മിനല്ല, മുനാഫിക്കനാണ്. അതാണ് മുഅ്മിനിന്റെ ലക്ഷണമായിട്ട്, അല്ലെങ്കിൽ മുനാഫിക്കിന്റെ ലക്ഷണമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നബിയാണ് അതിന്റെ മാതൃക. നീതിയുടെയും കരാർ പാലനത്തിന്റെയും വിശ്വസ്തതയുടെയും ഒക്കെ റോൾ മോഡൽ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നബി പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ ക്വാളിറ്റി ജീവിതത്തിൽ നിലനിർത്തിയിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മക്കയിലെ ആളുകൾ പ്രവാചകന് നൽകിയ അത്, പ്രവാചകനെ വിളിച്ചത് മുഹമ്മദ് എന്നല്ല, അൽ അമീൻ എന്നാണ് വിളിച്ചത്. വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ എന്നാണ് അൽ അമീൻ എന്ന വാക്കിനർത്ഥം. അത് വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ എന്ന് പറയുന്ന ഒരു ഓമൻ പേരിട്ട് നടക്കുകയല്ല. അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഏൽപ്പിക്കാനുണ്ടെങ്കിൽ, അമാനത്തായി ഏൽപ്പിക്കാനുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം വിശ്വാസപൂർവ്വം അവർ ഏൽപ്പിച്ചിരുന്നത് നബിയെ ആയിരുന്നു. നബി മക്കയിൽ നിന്ന് ഹിജ്റ പോകുന്ന ഒരു സംഭവമുണ്ടല്ലോ, ആരും അറിയാതെയാണ് പ്രവാചകൻ പോകുന്നത്. അപ്പോഴും നബിയുടെ കയ്യിൽ ഒരുപാട് ആളുകളുടെ അമാനത്തുകളുണ്ട്, മുശ്രിക്കുകളായ ആളുകളുടെ. നബി ഒരു സുപ്രഭാതം അതൊന്നും പരിഗണിക്കാതെ ഹിജ്റ പോയില്ല. നബി തൻ്റെ പിതൃവ്യപുത്രനായ അലിയെ വിളിച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞു കൊടുത്തു, ഇത് ഇന്ന ആളുകൾക്ക് കൊടുക്കേണ്ട അമാനത്താണ്, ഇത് ഇന്ന ആളുകൾക്ക് നീ കൊടുക്കണമെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള ഓരോ അമാനത്തുകളും അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് നബി ആ രാത്രി മക്കയിൽ നിന്ന് ഹിജ്റ പോകുന്നത്. അതാണ് അമാനത്ത്, അതാണ് പ്രവാചകന്റെ മാതൃക എന്നുള്ളത്. അതുകൊണ്ട് നീതിയും വിശ്വസ്തതയും കരാർ പാലനവുമാണ് ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇതില്ലാത്തവൻ എന്ത് പേരിട്ട് നടന്നിട്ടും കാര്യമില്ല, എത്ര വേഷം കെട്ടിയിട്ടും കാര്യമില്ല. ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിയോടുകൂടി നിലകൊള്ളുന്നവരായിരിക്കണം. ശുഹദാ ലില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷികളാവണം. നീതിമാന്മാരാണ് എന്നതിൻ്റെ തെളിവുകളായി നിങ്ങൾ ജീവിക്കണം. വലൗ അല അൻഫുസിക്കും, ഒരുപക്ഷെ നീതിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ എതിരായിരിക്കാം, നിങ്ങളുടെ താല്പര്യങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും എതിരായിരുന്നാൽ പോലും
അബിൽ വാലിദൈനി വൽ അഖ്റബീൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായിരിക്കും. സത്യവും നീതിയും ഒരു ഭാഗത്തും മാതാപിതാക്കളും കുടുംബവും അനീതിയുടെ ഭാഗത്തുമാണെങ്കിലും നിങ്ങൾ നിലകൊള്ളേണ്ടത് അത് നിങ്ങളുടെ ബന്ധുക്കൾക്കെതിരായിരുന്നാലും നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കുക. നഷ്ടം സംഭവിക്കാം ഒരു പക്ഷേ നിങ്ങൾ നീതിയുടെ ഭാഗത്താണോ? ഇൻ യകുൻ ഗനിയൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ. നിങ്ങൾ ധന്യരാകട്ടെ ദരിദ്രരാകട്ടെ, നിങ്ങൾ നീതിയുടെ ഭാഗത്താണെങ്കിൽ അള്ളയാണ് നിങ്ങളെ ഏറ്റെടുക്കാൻ പോകുന്നത്. അള്ളാഹു ആണ് നിങ്ങൾക്കതെല്ലാം നൽകുന്നത്. ഫലാ തത്തബിഉൽ ഹവ, നിങ്ങൾ സ്വന്തം താല്പര്യങ്ങളുടെ പിന്നാലെ പോകരുത്. അൻ തഅദിലു, നീതിയുടെ വിഷയത്തിൽ നിങ്ങൾ സ്വന്തം താല്പര്യങ്ങളുടെ പിന്നാലെ പോകരുത്. വഅൻ തൽവു ഔ തുഅരിദു, അതിനെല്ലാം അവഗണിച്ച് നിങ്ങൾ സത്യത്തിന്റെ പാകതയിലൂടെ പോയാൽ ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ കൃത്യമായി റബ്ബിന് അറിയാം. റബ്ബ് അത് വിലയിരുത്തുന്നുണ്ട്, അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ നീതിബോധം അത് ജീവിതത്തിൽ എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രവാചകൻ എത്ര മൈന്യൂട്ടായ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നറിയുമോ? പ്രവാചകന്റെ അടുത്തൊരു സഹാബി വരുന്നുണ്ട്. കാല നുഅ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്താബി അബി ഇലാ റസൂലില്ലാ, എന്നെ കൂട്ടി എൻ്റെ ഉപ്പ റസൂലിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് വളരെ ആവേശപൂർവ്വം വളരെ അഭിമാനപൂർവ്വം എൻ്റെ ഉപ്പ റസൂലിനോട് പറയുന്നുണ്ട്, ഇന്നി നഹൽതു ഹാദാ ഇബ്നി ഹാദാ, റസൂലേ ഞാൻ എൻ്റെ ഈ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട് എന്ന്. റസൂൽ തിരിച്ചൊരു ചോദിച്ചു, ഫഖാല അകുല്ലു ബനീക, നീ നുഅ്മാൻ കൊടുത്തതുപോലെ നിന്റെ മറ്റു കുട്ടികൾക്കും സമ്മാനം കൊടുത്തിരുന്നോ? അദ്ദേഹം പറഞ്ഞു ഇല്ല. കാല, റസൂൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഇഅ്ദിലു ഫീ ഔലാദി, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നീതി പാലിക്കണം. ഫലാ തുഷ്ഹിദുനി അലാ ജൗർ, ഒരു അനീതിയായ പ്രവർത്തനത്തിന് എന്നെ നിങ്ങൾ സാക്ഷികളാക്കരുത്. ഈ അനീതിക്ക് എന്നെ നിങ്ങൾ സാക്ഷിയാക്കരുത് എന്നാണ് പ്രവാചകൻ ആ നുഅ്മാനോട് പറയുന്നത്. എത്രമാത്രം ഗൗരവത്തിലാണ് പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് നാം ഓർക്കുക. അനിവാര്യമായ സാഹചര്യത്തിൽ 2 വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവാദം തരുന്നുണ്ട്. പക്ഷെ ആ അനുവാദത്തിന് വളരെ വലിയ ശക്തമായ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താണെന്നറിയുമോ? 2 പേരെയും തുല്യ കണ്ണുകൊണ്ട് കാണാൻ നിങ്ങൾക്ക് എങ്കിലേ നിങ്ങൾ അതിനൊരുങ്ങാവൂ എന്നാണ്. ഭാര്യമാരോടും നീതിപൂർവ്വം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ സാധ്യമാകുന്ന രീതിയിൽ ദിവസങ്ങൾ വിഭജിച്ചു കൊടുത്ത് സാമ്പത്തികമായ സഹായങ്ങൾ തുല്യമായി നൽകി, പരമാവധി സ്നേഹം തുല്യമായി നൽകിയൊക്കെ സാധ്യമാകുന്ന രീതിയിൽ നിങ്ങൾ 2 പേരെയും ഒരേ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ എന്ത് വേണം? ഫവാഹിദത്തൻ, 1 മതിട്ടോ. ഖുർആന്റെ ശാസനയാണത്. എങ്കിൽ 1 മതി. നീതിപൂർവ്വം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും 2നെ കുറിച്ച് ആലോചിക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ശക്തമായ താക്കീതാണ്. അതാണ് നീതിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചുമൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് നാം ഓർക്കുക. അതുകൊണ്ട് തന്നെ മുസ്ലിം ആവണം എന്നുണ്ടെങ്കിൽ നീതിയുടെ ഭാഗമാവണം. അത് അള്ളാഹുവിനോടുള്ള നീതി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. സൃഷ്ടികളോടും സമൂഹത്തോടുമൊക്കെ നീതിപൂർവ്വം പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് മുഅ്മിൻ എന്ന പേരിന് അർഹത നേടാൻ കഴിയൂ എന്നുള്ളത് നാം ഓർക്കുക. റബ്ബ് നീതിമാന്മാരായ സത്യസന്ധന്മാരായവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയ സഹോദരന്മാരെ, അള്ളാഹുവിനെ ഭയന്നും അവൻ്റെ നിയമങ്ങൾ സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, സ്വഭാവം എന്ന് പറയുന്നത്, അവൻ നീതിയോടുകൂടി എല്ലാ രംഗത്തും പ്രവർത്തിക്കും എന്നുള്ളതാണ്. എതിരാളി അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ നിറം നോക്കിയോ ജാതി നോക്കിയോ മതം നോക്കിയോ അല്ല നീതി നടപ്പിലാക്കേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊരു സംഭവം ഉണ്ടായി. തുഹ്മത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം മറ്റൊരാളുടെ ഒരു പടയങ്കി കട്ട് എടുത്തു കൊണ്ടുപോയി.
ഈ പടയങ്കി ആരാണ് കട്ടത് എന്ന അന്വേഷണം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അല്പം ബേജാറായി. അദ്ദേഹം ആ പടയങ്കി തൊട്ടടുത്തുള്ള ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട്, എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, അതാ അയാളുടെ വീട്ടിൽ ആ പടയങ്കി കാണുന്നു, ആ ജൂതൻ അത് കട്ടതാണ് എന്ന് പ്രചരിപ്പിച്ചു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും അത് എടുത്തിട്ടില്ല. അദ്ദേഹം ഈ ജൂതനെ കുറിച്ച് വിളിച്ച് ചോദിച്ചപ്പോൾ ജൂതൻ പറഞ്ഞു, ഞാൻ അത്തരം ഒരു പടയങ്കി ഇവിടുന്ന് എടുത്തിട്ടില്ല, ഇതാരോ ഇവിടെ കൊണ്ടുവന്നിട്ടതാണ് എന്നായിരുന്നു അയാൾക്ക് പറയാനുണ്ടായിരുന്ന വിശദീകരണം. പക്ഷേ കൂടെയുള്ള മുസ്ലിങ്ങളൊക്കെ ആളുകളൊക്കെ ഈ കേസ് നബിയുടെ അടുത്ത് എത്തിയപ്പോൾ പറഞ്ഞു, അന്ന് പൊതുവെ ജൂതന്മാർ വിശ്വാസരംഗത്ത് അല്ലെങ്കിൽ വിശ്വസ്തയുടെ കാര്യത്തിൽ പിന്നിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ ജൂതൻ പറയുന്നത് കളവാണ്. കാരണം അവന്റെ വീട്ടിൽ നിന്നാണല്ലോ പടയങ്കി കിട്ടിയത്, പിന്നെ അവൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ന്യായമല്ല എന്ന് പറഞ്ഞപ്പോ പ്രവാചകനും അത് ഉൾക്കൊണ്ടുകൊണ്ട് അയാൾക്ക് പ്രതികൂലമായി ജൂതന് പ്രതികൂലമായി വിധിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കുന്നത്. യസ്തഖ്ഫൂന മിനന്നാസ്, അവർ ജനങ്ങളിൽ നിന്ന് പലതും മറച്ചു വെക്കും. പക്ഷെ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അവർക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. വഹുവ മഅഹും, അള്ളാഹ് അവരുടെ കൂടെയുണ്ട്. ഇത് യുബയ്യിത്തൂന മാ ലാ യർളാ മിനൽ ഖൗൽ, അവർ രാത്രി എന്ത് ഗൂഢാലോചന നടത്തുമ്പോഴും റബ്ബ് അത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീത, അവർ പ്രവർത്തിക്കുന്നതൊക്കെ അതിസൂക്ഷ്മമായി കാണുന്നവനാണ് റബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹ് പറഞ്ഞത്, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് അത് ഒരു നിരപരാധിയുടെ മേൽ ആരോപിച്ചാൽ ഫഖദ് യഹ്തമല ബുഹ്താനൻ, അവനാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് അള്ളാഹു ആ പ്രവർത്തനത്തെ വളരെ ശക്തമായ രീതിയിലാണ് അതിനെ വിമർശിക്കുന്നത്. പ്രവാചകൻ എടുക്കാൻ ഒരുങ്ങിയ തീരുമാനത്തെ നിന്ന് പിന്മാറാൻ അള്ളാഹു വഹി മുഖേന പ്രവാചകനെ അറിയിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ കാണാം. പ്രവാചകന്റെ കാലത്ത് മഖ്സൂം ഗോത്രം എന്ന് പറയുന്നത് മക്കയിലെ ഒരു പ്രമുഖ ഗോത്രമാണ്. ആ ഗോത്രത്തിലെ ഒരു സ്ത്രീ ഒരു മോഷണം നടത്തുന്നുണ്ട്. മോഷണം നടത്തിയാൽ പിടിക്കപ്പെട്ടാൽ തെളിയിക്കപ്പെട്ടാൽ കൈ മുറിക്കണമെന്നാണ് നിയമം. ഈ പെണ്ണിന്റെ കൈ മുറിക്കപ്പെടുമെന്ന ഘട്ടം വന്നപ്പോൾ പ്രവാചകനോട് റെക്കമെൻഡ് ചെയ്യാൻ പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉസാമയെ ചട്ടം കെട്ടുകയാണ്. മനമില്ലാ മനസ്സോടെ ഉസാമ വന്നിട്ട് ഇവൾ നിരപരാധിയാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞൊരു വാചകമുണ്ട്, റബ്ബ് നടപ്പിലാക്കാൻ പറഞ്ഞ ഒരു ശിക്ഷയുടെ കാര്യത്തിൽ എന്നോട് വന്ന് റെക്കമെൻഡിന് വന്നിരിക്കുകയാണോ നീ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹം നശിക്കാനുള്ള കാരണം അവരിലെ പ്രമുഖരും ഉന്നതന്മാരുമൊക്കെ കളവ് നടത്തിയാൽ അവരൊക്കെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും പാവങ്ങളാണെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മുൻകാല സമൂഹങ്ങളെ നശിപ്പിച്ചത്. അതുകൊണ്ട് വലൗ അന്ന ഫാത്തിമ ബിന്ത മുഹമ്മദിൻ സരിഖത് ലഖതഅതു യദഹ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കളവ് നടത്തിയതെങ്കിൽ അവളുടെ കൈയും ഞാൻ മുറിക്കുമെന്ന് പറഞ്ഞ് പ്രവാചകൻ തന്റെ നീതിയുടെ നിലപാട് അവിടെ പ്രഖ്യാപിക്കുകയാണ്. അതാണ് ഇസ്ലാം പഠിപ്പിച്ച നീതിയും സത്യവും അതുപോലെ തന്നെ സത്യസന്ധതയും. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് സമാധാനവും അഭിമാനവും ഉണ്ടാകും. അത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുക എന്ന് നാം തിരിച്ചറിയുക. റബ്ബ് യഥാർത്ഥ നീതിമാന്മാരായി നമ്മെ എല്ലാവരെയും വളർത്തുമാറാവട്ടെ. നമ്മിൽ വന്ന തെറ്റുകൾ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മാപ്പ് തരയണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ എല്ലാവരെയും നാളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, വിവിധ പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ എവരെയും നീ കാത്തു രക്ഷിക്കണമേ നാഥൻ. അള്ളാഹുവെ, ഞങ്ങളിലെ രോഗികളായ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള രോഗങ്ങളും നീ പൂർണ്ണമായും ശിഫയാക്കി തരണമേ നാഥൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار وأدخلنا الجنة يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.